ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ BJPക്ക് ലോട്ടറി അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 20 സീറ്റിൽ എങ്ങനെ ആളിനെ കണ്ടെത്തും എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് ശ്രീ PC ജോർജും മകൻ ഷോൺ ജോർജും കൂടെ അങ്ങോട്ട് ചെന്ന് കയറുന്നത്. PC ജോർജിന് പത്തനംതിട്ട സീറ്റാണ് ലക്ഷ്യം. സീറ്റ് കിട്ടും, പക്ഷെ ജയിക്കുകയൊന്നുമില്ല. സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും കിട്ടാൻ പോകുന്നില്ല. അത് BJPക്കും അറിയാം. പക്ഷെ BJPക്ക് ഒരു ധാരണയുണ്ട്, ഒരു ക്രിസ്ത്യാനിയെ നിർത്തിയാൽ ക്രിസ്ത്യൻസ് എല്ലാം വോട്ട് ചെയ്ത് കളയുമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ കോട്ടയത്ത് PC തോമസ് നിർത്തിയല്ലേ, എത്ര വോട്ട് പിടിച്ചു? അത്രേ ഉള്ളൂ. ഇത് മാത്രവുമല്ല, PC ജോർജ് കുറെ കാലമായി BJP സഹയാത്രികനാണ്. തൃക്കാക്കരയിൽ അങ്ങേരെ കെട്ടി എഴുന്നള്ളിച്ച് കുറെ പ്രകടനം നടത്തിയതാ. വല്ല വിശേഷം ഉണ്ടായോ? ഒരു വിശേഷം ഉണ്ടായില്ല. പിന്നെ പേരിന് പറയാം, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ക്രിസ്ത്യാനിയായിട്ട് PC ജോർജ്, ഷോൺ ജോർജ്, PC തോമസ്, അങ്ങനെയൊക്കെ പറയാമെന്ന് മാത്രം. അതല്ലാതെ രാഷ്ട്രീയമായ നേട്ടം ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിലൊക്കെ ഉപരി PC ജോർജിന്റെ ജനപക്ഷം BJP ലയിക്കുമ്പോൾ ആ ജനപക്ഷത്തുള്ള എത്ര പ്രവർത്തകർ കൂട്ടത്തിൽ പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പണ്ട് സെക്കുലർ കേരള കോൺഗ്രസ് ഉണ്ടാക്കി അദ്ദേഹം, പിന്നെ മുന്നണി മാറിയപ്പോൾ അവര് വേറെ പിരിഞ്ഞു പോയി പ്രവർത്തകരെല്ലാം കൂടി. പിന്നെ പുള്ളി വീണ്ടും ഉണ്ടാക്കിയതാണ് ജനപക്ഷം. അപ്പൊ കുറെ പേര് കൂടെയുണ്ട്. അവിടെ ആ ചെറിയ പാർട്ടിയിലും ഒരു പിളർപ്പുണ്ടായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അടിസ്ഥാനപരമായി PC ജോർജിന്റെ അനുയായികൾ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആ പഴയ കേരള കോൺഗ്രസ് നസ്രാണി ക്രിസ്ത്യാനിയാ. അവരൊന്നും BJP ചേരാൻ പോകും ഞാൻ കരുതുന്നില്ല. അത് പുള്ളിയുടെ വെറും തോന്നലാ. ഞാൻ പോകുന്ന കൂടെ എല്ലാവരും കൂടെ ഇനി പോരുമെന്ന്. വെറുതെയാ. പുള്ളി പറഞ്ഞാലും ആര് പറഞ്ഞാലും അവരൊന്നും അത്ര എളുപ്പം BJPയിലേക്ക് ചേക്കേറാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ ഒരു മുന്നണിയിലും ഇല്ലാത്തപ്പോ എവിടെയെങ്കിലും ഒരു സീറ്റ് വേണ്ടേ? അതിനുപകരിക്കും, അത്രേ ഉള്ളൂ. കാരണം ഈ ജയിച്ചാലും ഇല്ലെങ്കിലും UDF ചാൻസ് കിട്ടിയ പുള്ളി പറന്നു ചെല്ലും. LDFിനാണേലും മതി. രണ്ടിടത്തും ഇല്ലാത്തപ്പോ പിന്നെ ഇതല്ലേ സാധ്യതയുള്ളൂ. നന്നായി വരട്ടെ. ശ്രീമാൻ PCക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു.